എഴുത്തുകാരൻ സണ്ണി എം കപ്പിക്കാടിനെതിരെ പോലീസിൽ പരാതി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പരാതി നൽകിയത്. മലയാളം സർവകലാശാലയിലെ പ്രതിഷേധത്തിനിടെ അയ്യപ്പനെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതി. സണ്ണി എം കപ്പിക്കാട് മാപ്പ് പറയണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ആവശ്യം. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോകുൽ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സണ്ണി എം കപ്പിക്കാടിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി ഉയർന്നിരിക്കുന്നുള്ളതാണ്. അയ്യപ്പനെ അധിക്ഷേപിച്ചു മാത്രമല്ല, ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. മലയാളം സർവകലാശാലയിലെ പ്രതിഷേധത്തിനിടെയാണ് സണ്ണി എം കപ്പിക്കാട് നടത്തിയ ചില പരാമർശമുണ്ട്. ആ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. സണ്ണി എം കപ്പിക്കാട് മാപ്പ് പറയണം എന്നുള്ളതാണ് പന്തളം കൊട്ടാരവും ആവശ്യപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സർക്കാരും വിഷയത്തിൽ ഇടപെട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും കൊട്ടാരം അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അയ്യപ്പ സ്വാമികളുടെ നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പത്തെയും മാളികപ്പുറത്തമ്മയെയും അപമാനിക്കുന്ന തരത്തിലാണ് സണ്ണി എം കപ്പിക്കാട് ഈ വിഷയം പ്രചരണം നടത്തിയത്, അല്ലെങ്കിൽ പ്രസംഗം നടത്തിയത്. ഈ പരാമർശങ്ങളിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. അയ്യപ്പൻ ഒരു വിഭാഗത്തിന്റെയോ ജാതിയുടെയോ മാത്രം ആരാധനാമൂർത്തിയല്ലെന്നും കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അയ്യപ്പസ്വാമികളുടെ ഭക്തി, ജാതി, വർഗം, ഭാഷാ പ്രദർശനം തുടങ്ങിയ എല്ലാ അതിരുകളും മറികടക്കുന്നതാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പരാമർശം. സണ്ണി എം കപ്പിക്കാട് നടത്തിയുള്ള പരാമർശമാണ് കർമ്മസമിതി വ്യക്തമാക്കുന്നത്. ഒരു മതവിഭാഗത്തോട് യോജിപ്പില്ലെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ വിമർശനം എന്ന പേരിൽ ആരാധനാമൂർത്തി അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും അവകാശപ്പെട്ടില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഉത്തരവാദിത്തങ്ങളും അതിരുകളുണ്ടെന്നുമാണ് ഇപ്പോൾ കർമ്മസമിതി വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ ഇപ്പോൾ നാളെ അന്വേഷണം ഊർജിതമാക്കുന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ആര്യ. ഓക്കെ, ഗോകുൽനാഥാണ് വിശദമായ വിവരങ്ങൾ നൽകി.